SKN40 ആലപ്പുഴ ജില്ലയിലൂടെ പര്യടനം തുടരവേ ലഹരി ഉപയോഗത്തിന്റെ ആശങ്കകൾ പങ്കുവച്ച് തീരദേശ ഗ്രാമങ്ങളിലെ അമ്മമാർ. വഴിയിൽ കാത്തുനിന്ന വീട്ടമ്മമാരാണ് ലഹരിക്ക് അടിമകളായവരെ കുറിച്ചുള്ള വിവരങ്ങൾ 24-നോട് പങ്കുവച്ചത്. ആലപ്പുഴ ആറാട്ടുപുഴയിലെ വലിയഴീക്കൽ തീരദേശ ഗ്രാമം. SKN40 പര്യടന വിവരം അറിഞ്ഞ വഴിയരികിൽ കാത്തുനിൽക്കുകയായിരുന്നു പ്രദേശത്തെ വീട്ടമ്മമാർ. SKന്റെ വാഹനം കൈകാണിച്ചു നിർത്തി. തീരദേശ ഗ്രാമങ്ങളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദുരവസ്ഥകൾ അമ്മമാർ പങ്കുവച്ചു. നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് ചെല്ലണം. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണ്, ഒരു തലമുറ ഇല്ലാണ്ടാവുകയാണ്, നമ്മൾ എന്താണ് എന്താ പറയുക, നമ്മുടെ കൈകളിലേക്ക് ഇത് എത്തുന്നു എന്ന് എന്തായാലും കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഒരു അവയർനെസ് എന്നുള്ളത് നമ്മൾ ആദ്യം കൊടുക്കണം. ജാഗ്രതയുടെ കുറവ് നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്രശ്നമായി കഴിഞ്ഞിട്ടാണ് ഇതിനുള്ള പരിഹാരം നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അതാണ് പ്രശ്നം. നന്നായി കടുത്തുപോയി തന്നെ പെൺകുട്ടികൾ അടക്കം നന്നായിട്ടേ ഇത് വളരെ വ്യാപകമായി. ഈ മഹാദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ഈ ഫ്ലവേഴ്സ് ടിവിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം പോലും ആ വാർത്ത കാണാതെ ഇരിക്കാൻ പറ്റുകയില്ല. രാവിലെ അത് കണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു ഇതുള്ളൂ. ഒറ്റ അഭിപ്രായമുള്ള അധ്യാപകർക്ക് ചോറിൽ കൊടുക്കുക. 1-ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള അധ്യാപകർക്ക് ചോറിൽ കൊടുക്കുക. ഇതിന്റെ ഏകദേശം 90% ഇതിനൊരു ഇതുണ്ടാകും. പടിഞ്ഞാറ് കടലും കിഴക്ക് കായലുമായി ഒറ്റപ്പെട്ട് കിടന്ന പ്രദേശമായിരുന്നു വലിയഴീക്കൽ. കൊച്ചിയുടെ ജെട്ടി വലിയഴീക്കൽ പാലങ്ങൾ പൂർത്തിയായതോടെ യാത്രാമാർഗങ്ങൾ വർദ്ധിച്ചു. ലഹരിയുടെ വരവും ഈ വഴി കൂടിയതായാണ് പരാതി. അമ്മമാർ പങ്കുവച്ച വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ വിശദമായി പരാമർശിക്കും. 24 ആലപ്പുഴ.